ഗ്ലാസ് ചേർത്തോണ്ട് പോയി. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഉമ്മച്ചനെ ഓർത്തിട്ടാ ഞങ്ങൾ ഈ കല്യാണത്തിന് സംബന്ധിച്ചത്. അയ്യോ അവരെന്നാ ഞങ്ങളുടെ കമ്മീഷൻ പോയില്ലേ? ഇപ്പോഴും എന്റെ മനസ്സിന്റെ വിഷമം മാറിയിട്ടില്ല ഉമ്മച്ച. ആ മനസ്സിന്റെ വിഷമമൊക്കെ മാറുപടി. നീ ഇതേ ഇച്ചിരി അടിക്കുന്ന ഞാൻ വരികയില്ലെന്ന് നീ വിചാരിച്ചു? എന്റെ അമ്മച്ചിയെ പേടിച്ചാണ് ഞാൻ നേരത്തെ വരാതിരുന്നത്. അവർക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്റെ സന്നിച്ചിന് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം ഞാൻ മറക്കും. ഫോസിലി, നീ എന്റേത് മാത്രം. സന്നിച്ച, ചേച്ചി, അപ്പച്ചൻ പറഞ്ഞു ചേച്ചി കാപ്പി കുടിക്കാൻ വരാൻ. മോളുടെ ഇച്ചായൻ എവിടെ? ഇച്ചായൻ ചായപ്പിൽ കിടന്ന് ഉറങ്ങുകയാ. മോളെ പറ്റോളാം, ഞാൻ പിന്നീട് കാപ്പി കുടിച്ചോളാം. മോള് പോയി വല്ലതും കഴിക്കുക. ഒന്നുകൂടെ തിന്ന്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇച്ചായൻ ഈടെ ശരിക്കും ഒന്നും കഴിക്കുന്നില്ല. എന്റെ ശരീരം ക്ഷണിച്ച് നിനക്കാവിടെ നഷ്ടം? പിന്നെ അല്ലാതെ നിന്റെ ശരീരം ക്ഷീണിച്ചാൽ ഞങ്ങൾക്കല്ലേ നഷ്ടം? എങ്ങാനും ഒന്ന് കയറി വന്നോക്കാണോ? ഇല്ല മോനെ, ഒന്നുകൂടെ തിന്ന്. വേണ്ടെന്ന് പറഞ്ഞോ? നശിക്കാൻ കാലത്ത് ഓരോ കയറി വരും. ഞാനിങ്ങനെ നിൽക്കുന്നോണ്ട് ചേച്ചിക്ക് എന്നാ നഷ്ടം? അതെന്നാ നഷ്ടമാണോ പറയുന്നത്? എടി കുഞ്ഞമ്മേ, ഞാൻ നിന്റെ ചേച്ചിയെ ദത്തിലെത്തി ഇവിടെ വരുമ്പോ നീ ദേ ഇത്രേ ഉള്ളൂ, കിടന്നുള്ളൂ. നിന്നെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞേക്കണ്ട ഞങ്ങളുടെ കടമയല്ലേ? എന്താ ഇവിടെ എന്റെ ഉമ്മച്ച, നമ്മുടെ പണ്ഡിറ്റന്റെ കല്യാണം നടത്തി അതിന്റെ കമ്മീഷൻ വാങ്ങി എവിടെ കാര്യം നടത്താൻ വലിയ വരതി വെള്ളമായിട്ടോണ്ടിരുന്ന. അതുകൊണ്ട് നിങ്ങള് ഇവക്ക് ചെറുക്കനെ വല്ലതും നോക്കി വെച്ചിട്ടുണ്ടോ? ആ കാളകെട്ടിന്ന് ഒരുത്തൻ വന്ന് ഇവിടെ കണ്ടു പോയിട്ട് പോയിട്ടുണ്ട്. അയ്യോ, കാളകെട്ടിയല്ല, ചെറുക്കന്റെ അച്ഛൻ കുഴിവെട്ടിയ. അതെന്താണ് കുറ്റം? അല്ല, കുറ്റമൊന്നുമില്ല. ചത്തു കഴിഞ്ഞാല് കാശ് ചെലവാക്കാതെ കുഴിവെട്ടി കിട്ടുമല്ലോ. ഉമ്മച്ചായ, എന്നെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് ചേട്ടൻ കച്ചവടം ചെയ്തും കള്ളു കുടിച്ചും തീർത്തു. എന്നിട്ടിപ്പോ ധർമ്മക്കെട്ട് കെട്ടിക്കാൻ നോക്കുക. ഒന്നാന്നോടാ പോവാ. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോ ചെറുക്കൻ വെറുതെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. ചേട്ടാ, എന്ന് വെച്ച് കാളക്കച്ചവടം പോയാ കയറ് വരക്കിട്ടാ മതിയോ? അതുകൊണ്ട് നിനക്ക് ചെറുക്കനെ പിടിച്ചോ? പിന്നെ എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ടാടി, ആര് നിർബന്ധിച്ചു? അയ്യോ, ഐസക് സാറല്ലേ വരുന്നേ? കല്യാണം മാറിപ്പോയതിനെ പറ്റി പറയാൻ വരുമായിരിക്കും. എന്റെ കർത്താവേ, വന്നാട്ട് സാറേ, വന്നാട്ട്. എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് വരുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. വിഷമിക്കണ്ട, നിങ്ങൾ മുഖാന്തരമല്ലല്ലോ കല്യാണം മുടങ്ങിയത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചു. അത് പോയെങ്കിൽ പോട്ട് സാറേ, നല്ല തങ്കം പോലുള്ള ചെറുക്കനെ ഈ താറ വേറെ കൊണ്ട് തരും. നല്ല പച്ചലേം കത്രിയേം പോലെയുള്ള കേസിൽ സാറേ പുഞ്ഞാച്ചിന്. ആ, നമുക്ക് എവിടെന്നെങ്കിലും ആലോചിച്ച് നല്ലൊരു ബന്ധം കൊണ്ടുവന്ന് ആ വിവാഹം നടത്തണം. സാറേ, ഇത് എന്റെ അനിയത്തിയാ, പേര് കുഞ്ഞമ്മ. അവളെ കാണാനാ ഞാൻ വന്നത്. ഇതൊക്കെ സാറല്ലേ വരുന്നത്? സമ്മാനമൊന്നുമല്ല, എന്റെ ഒരു പഴയ പാൻഡാ വെട്ടി തയ്ക്കാന്. അയ്യോ, ഇത്
ഇതാരുടെയാ? എന്റെ തന്നെയാ. ഇത്ര വലുതോ? 1945 ഞാൻ 6 അടി 9 ഇഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഈ പരുവത്തിലായി? ആറ്റം ബോംബ്. എന്നുവെച്ചാൽ ആറ്റം ബോംബ്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണപ്പോ അതിന് തൊട്ടടുത്തുള്ള ഒരു ബാറിൽ നിന്ന് ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. പൊട്ടിന്റെ ശബ്ദം കേട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ചത്തു. ഞാൻ മാത്രം അനങ്ങിയില്ല. നമ്മളങ്ങനെ അനങ്ങാനല്ല, അവനകത്ത് കിടക്കില്ല. പുറത്തോട്ട് ഇറങ്ങിപ്പോ ഈ ബോംബിന്റെ പൊടിപടലം ഡസ്റ്റ് എന്റെ ശരീരത്തിൽ വീണു. ഉടനെ ഒരൊറ്റ ചുരുങ്ങല. ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ഇത്രയെങ്കിലും കിട്ടും. അപ്പോഴേ സാറേ, ആ ഈ തോത് വെച്ച് ശരീരത്തിന്റെ എല്ലാ അവയവവും ചുരുങ്ങിയിട്ടുണ്ടോ? അത് കാണത്തില്ലായിരിക്കും. പൊടി വീണ ഭാഗങ്ങൾ മാത്രമേ ചുരുങ്ങിയിട്ടുള്ളായിരിക്കില്ലയോ? അല്ല, ഇതേ തോന്ന് വെച്ച് എല്ലാം ചുരുങ്ങി. എന്റെ കർത്താവേ, വീട്ടിൽ ചെന്നപ്പം വീട്ടുകാരനെ അങ്ങനെ തിരിച്ചറിഞ്ഞു. അർദ്ധരാത്രി വലിയ വീട്ടോട് കയറി ചെന്നത്. ബ്ലാക്ക് ഔട്ട്, ലൈറ്റ് ഇല്ല. അവൾ ആകപ്പാടെ കൂടി തപ്പിപ്പിടിച്ചൊക്കെ നോക്കി വെച്ചു ഓരോറ്റ നിലവിളിയാ. അയ്യോ, നില വിളിച്ചു കാണും, ചുരുങ്ങി പോയില്ലയോ? പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാ നിലവിളി നിർത്തിയത്. അന്ന് ഞാൻ ഹിരോഷിമായി വെച്ചിട്ടില്ല പാട്ടായത്. അതായി നീളം. ഒന്ന് വെട്ടി ശരിപ്പെടുത്തി തരണേ കുഞ്ഞമ്മേ. അയ്യോ, അത് ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ തന്നയച്ചാ പോരാ. അതെങ്ങനാ? അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കാണുന്നത് എങ്ങനാ? പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 15 വർഷമായി ഭാര്യ മരിച്ചിട്ട്. എനിക്കും ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അല്ല, അത് നല്ല കാര്യമാ. പക്ഷെ ഈ ചുരുങ്ങിയ തോതിൽ ഒരെണ്ണത്തിനെ തപ്പിയെടുക്കണമല്ലോ. അത് ഞങ്ങളേറ്റു. നല്ല പച്ചരയും കത്രികയും പോലെയുള്ള ഒരെണ്ണത്തിനെ തപ്പിയെടുത്ത് ഞങ്ങൾ തരാം. എന്നാ ഒന്ന് എളുപ്പാട്ടെ. എന്നാ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ. കുഞ്ഞമ്മേ, ഇത് കൈകാര്യം ചെയ്യുമ്പോ സൂക്ഷിക്കണേ. അതൊക്കെ അവള് സൂക്ഷിച്ചോളും സാറേ. നിന്നെ കാണാനായിട്ട് ആ എളുവിടെ വന്നത്. അവിടെ ആ നോട്ടവും പരിധിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പൊ ഈ കുന്തം തിരിച്ചു വാങ്ങിക്കാനാണെന്ന് പറഞ്ഞൊരു വല പൊട്ട് കേട്ടോ. അയക്ക് ഒരിക്കലും ഇടാനൊക്കാത്ത രീതിയില് നീ ഇവരെ വെട്ടി ചെറുതാക്കി കൈ കൊടുത്തേ കിടക്കട്ടോ. അമ്മച്ചി, അമ്മച്ചി എന്താണ് എന്നോടൊന്നും മിണ്ടാത്തത്? ശരി കുഞ്ഞെ, എനിക്ക് നിന്നോട് മിണ്ടേണ്ട ഒരു കാര്യമില്ല. ഞാനോട് നിന്റെ അമ്മച്ചിയല്ല. അമ്മച്ചി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അമ്മച്ചി. കർത്താവിനെ ഓർത്ത് എന്നെ വരക്കരുത്. നീ നിന്റെ പാട് നോക്കി പോവേണേ. അവളെ അമ്മച്ചിയെ വശപ്പെടുത്താൻ നോക്കുക. പിന്നെ അവളുടെ അമ്മ വിചാരിച്ചിട്ടൊത്തില്ല, പിന്നെയാണ് ഇവള്. എന്താ മോളെ? അപ്പച്ചനും എന്റെ അമ്മച്ചിയും കൂടെ എന്നെ എന്തിനെങ്കിലും ചതിച്ചു.